അമിത്ഷാ വന്നിട്ട് എന്ത് കുലുക്കാനാണ്? കുലുക്കാനുള്ള തടിയൊന്നും അമിത്ഷയ്ക്കില്ല. നല്ല കലക്കൻ മറുപടിയുമായി വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയാനുള്ളത് തുറന്നു പറയും, ആർജവത്തോടെ, നെഞ്ചും വിരിച്ച്. അത് തന്നെയാണ് CPM നേതാക്കന്മാരുടെ എടുത്തു പറയേണ്ട ചില ഗുണങ്ങൾ. പലരും അതിലുണ്ട്. നട്ടല് പണയം വെച്ച് നടക്കുന്ന നേതാക്കന്മാർ, അക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നവരാണ് മാതൃകാ പുരുഷന്മാരായി എന്നും വാഴ്ത്തപ്പെട്ടിട്ടുള്ളത്. അതായത് വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചു, കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കന്മാർ, എടുത്തു പറഞ്ഞാൽ അമിത്ഷയും നരേന്ദ്രമോദിയും കേരളത്തിൽ വരുന്നുണ്ടല്ലോ, ഏത് രീതിയിലാണ് അതിനെ നിങ്ങൾ നോക്കിക്കാണുന്നുള്ളത് എന്ന്. അത് CPMന് തിരിച്ചടി നൽകുമോ എന്നുള്ളതാണ്. നല്ല കലക്കൻ മറുപടി തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ആ മാധ്യമ പ്രവർത്തകന് കൊടുക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ അമിത്ഷയും മോദിയും വരുന്നുണ്ടെങ്കിൽ വരട്ടെ. അമിത്ഷാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ തിരഞ്ഞെടുപ്പിന് പോയിട്ടുണ്ടോ, അതായത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടുണ്ടോ, അവിടെയൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് BJP നേരിട്ടിട്ടുള്ളത്. അതേപോലെ കേരളത്തിൽ അമിത്ഷാ വരികയാണെങ്കിൽ അത് CPMന് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. CPMന്റെ ആൾബലം കൂട്ടുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇങ്ങനെയുള്ള നല്ല കലക്കൻ മറുപടിയുമായിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നത്. വാർത്ത കാണാം. അവരെല്ലാവരും ഇവിടെ വരട്ടെ, നല്ലതല്ലേ? കേരളത്തിൽ ലോകസദ്യ ആകർഷിക്കുന്ന സ്ഥിതി വരട്ടെ. അമിത്ഷാ ഇടയ്ക്കിടെ കേരളത്തിൽ വരുന്നത് നല്ലതാണ്. അമിത്ഷാ വരുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ജനപിന്തുണ കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. അമിത്ഷായുടെ വരവ് ഇടയ്ക്കിടെ ഉണ്ടാവണം. അദ്ദേഹം ഓരോ പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ കാണുമ്പോൾ BJPക്ക് തകർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്, ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ല. ഇപ്പം അദ്ദേഹം പോയി പ്രചരണം നടത്തി എല്ലാ സ്ഥലത്തും BJP തോറ്റില്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അമിത്ഷായുടെ പരിപ്പ് പോകാത്ത സ്ഥിതി വന്നു. എന്നിട്ടാണോ ഇവിടെ അമിത്ഷാ വന്നിട്ട് എന്ത് കുലുക്കാനാണ്? ഇവിടെ കുലുക്കാനുള്ള തടിയൊന്നും അമിത്ഷാക്ക് പോരാ. നിരവധി ആക്രമണങ്ങളാണ് ഇതിനോടകം തന്നെ സംഘപരിവാരുകാർ കേരളത്തിൽ അയച്ചുവിട്ടിട്ടുള്ളത്. ശബരിമല വിഷയത്തെ മുൻനിർത്തിയിട്ട് CPM നേതാക്കന്മാരെ വേട്ടയാടുമ്പോൾ അവർക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും BJP പ്രവർത്തകരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം അവർ തന്നെ എന്ന് വേണം പറയാൻ. ശബരിമല വിഷയത്തിലെ ആചാര സംരക്ഷണത്തെ മുന്നിൽ നിർത്തി നാടിടി ആക്രമണം അഴിച്ചുവിടുമ്പോൾ തിരിച്ചും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ മനസ്സിലാക്കാതെ പോയതാണ് അവർക്ക് നേരെയുള്ള ഇപ്പോഴുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.